ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നവരോടുള്ള 100% ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. പലരും ചോദിക്കുന്ന കാര്യം, എന്തു ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? യെസ്, ഉണ്ട്. 100% രക്ഷപ്പെടാൻ വഴിയുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ. വീഡിയോ ഇത് ലക്ഷങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മുഴുവൻ കേൾക്കണം. അപ്പോഴേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു തരാം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. വീഡിയോ കാണുന്ന ആളാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ അവരുടെ കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഭദ്രകാളി, ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ഭദ്രകാളിക്ക് ഇന്ന കാര്യം ക്ഷേത്രത്തിൽ പോയി ഈ രീതി അതവർ ചെയ്തു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. വേറൊരാൾ അയാൾ വലിയൊരു കോൺട്രാക്ടറെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾ ഒരു ദിവസം പറഞ്ഞു വിട്ടു. അപ്പോൾ അയാൾ വലിയ ബുദ്ധിമുട്ട്, കാരണം വർഷങ്ങളായിട്ട് ആ ഒരു കോൺട്രാക്ടറെ കീഴിൽ ജോലി ചെയ്യുന്നൊരു സബ് കോൺട്രാക്ടറായിരുന്നു. അപ്പം പല വഴിപാടുകൾ ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. അവസാനം എൻ്റെ അടുത്ത് വന്ന് ഞാൻ കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യാനുള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്തു. ഒരൊറ്റ കാര്യം, അദ്ദേഹത്തെ വീട്ടിൽ വന്ന് ആ കോൺട്രാക്ടർ വിളിച്ചുകൊണ്ട് പോയി. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. നമ്മൾ ഏതൊരു കാര്യവും വിശദമായിട്ടേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണേൽ 5 മിനിറ്റ് കൊണ്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, അതിന് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. യെസ്, 100% ഉണ്ട്. ഞാൻ പറഞ്ഞ ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയം ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. പക്ഷേ ഒരു കാര്യം വിശദമായിട്ട് പറയുമ്പോൾ അത് ആ കാര്യത്തെ ആശ്രയിച്ചിരിക്കും. ഡിപ്പെൻസ്, സമയമെടുക്കും. അങ്ങനെ സമയമെടുത്ത് ഞാൻ ആ കാര്യം പൂർണ്ണമായിട്ടും എന്താണോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിവരിച്ച് പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്കത് ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കാണുന്ന ഒരു വീഡിയോയിൽ അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിനുള്ള ഫലവും അങ്ങനെ തന്നെ വരത്തുള്ളൂ. വലിയ ഫലമൊന്നും കിട്ടണമെന്നില്ല. ഞാനൊരു 15 അല്ല 20 അല്ല 25 അല്ല 30 അല്ല 35 അല്ല 40 ആയിക്കോട്ടെ, എത്ര മിനിറ്റ് എടുത്താണെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആ കാര്യത്തിനെക്കുറിച്ച് മുഴുവൻ വിശദീകരിച്ച് ഞാൻ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ ചെയ്തവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ശാസ്ത്രവിദ്യയുണ്ട്. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് അല്ലെ പ്രാണമയ കോശവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ തടസ്സങ്ങൾ കിടക്കുന്നത്. അതിനൊരു ശാസ്ത്രവിദ്യയുണ്ട്, അത് ചെയ്യണം. പിന്നെ 2, 3, 4 വഴിപാടുകളുണ്ട് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത്, അത് ചെയ്യണം. അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾ എവിടെ ഒരു വിളക്ക് തെളിയിച്ചാലും, അത് വീട്ടിലായിക്കോട്ടെ ക്ഷേത്രത്തിലായിക്കോട്ടെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബലം കിട്ടും. അതിനൊരു രഹസ്യം അറിയണം. അത് വീഡിയോയുടെ അവസാനമായിരിക്കും പറയുന്നത്. അത് എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം രക്ഷപ്പെടാനുള്ള വഴി അത് തന്നെ കുറേ വിവരിച്ചാണ് പറയുന്നത്. കാരണം അത് ആര് കണ്ടാലും അവർക്ക് പ്രയോജനം കിട്ടണം, അതിനുവേണ്ടിയാണ്. അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. എനിക്ക് പല മേഖലകളിലും വിജയിച്ച പല പ്രഗത്ഭന്മാരുമായിട്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, പല മേഖലകളിലും വിജയിച്ചിരിക്കുന്നവർ അവരുടെ മേഖലയിൽ തന്നെ മറ്റാരും ചെയ്യാത്ത ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെക്കാട്ടിലും വിജയിച്ച് നിൽക്കുന്നത്. എപ്പോഴും വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ ഉണ്ടാക്കുന്നവരെ, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരെ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ അവർ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചില രഹസ്യ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിലും അതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴേ ജീവിതം മാറുന്നത്, എന്ത് ചെയ്തിട്ടും മാറാത്തവർ. ഇപ്പം നല്ലൊരു ആശാൻ്റെ കീഴിൽ നീന്തൽ പഠിക്കാൻ പോവുക, നീന്തൽ വിദഗ്ധനാണ് ഈ പഠിപ്പിക്കുന്നതെങ്കിൽ, വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ കീഴിൽ നീന്തൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു
ഒരു ജലാശയം കണ്ടു കഴിഞ്ഞാൽ അതിന് അടിയൊഴുക്കുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം ആ നീന്തൽ പഠിപ്പിക്കുന്ന വിദഗ്ധന് അതുപോലെ വിശദമായിട്ടായിരിക്കും ശിഷ്യനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുളവോ അല്ലെങ്കിൽ ഒരു ആറോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയൊഴുക്ക് ഈ നീന്താൻ ചാടുന്നതിന് പോകുന്നതിന് മുമ്പ് ആ ശിഷ്യന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആശാൻ മോശമാണെങ്കിൽ ശിഷ്യൻ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പം വെള്ളത്തിൽ കിടക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കാര്യം ഏറ്റവും ശരിയായിട്ട് ഒരാൾ പഠിപ്പിച്ചു തരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും, സംശയം വേണ്ട. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയുകയാണ്. അപ്പോൾ ശ്വാസരഹസ്യം ഉണ്ട്. നമുക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ ശ്വാസരഹസ്യമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന വിദ്യകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിന്ന് നിങ്ങൾ സാധാരണ പോലെ ശ്വാസം എടുക്കുക. സാധാരണ നമ്മൾ എടുക്കത്തില്ലേ ശ്വാസം, മുറി ശ്വാസം, അതെടുക്കുക. അത് സാധാരണ പോലെ എടുത്താൽ മതി. ശ്വാസം വിടുമ്പോൾ ദീർഘമായിട്ട് നീട്ടി വിടുക. എന്നിട്ട് ആ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യുക. ശ്വാസം സാധാരണ പോലെ എടുക്കുക. സാധാരണ ശ്വാസം എന്ന് വെച്ചാൽ ചെറിയ ശ്വാസം, മുറി ശ്വാസം അല്ലേ, അത് സാധാരണ പോലെ എടുക്കുക. വിടുമ്പോൾ നീട്ടി വിടുക. വിടുമ്പോൾ മാത്രം നീട്ടി വിടുക. എടുക്കുമ്പോൾ ചെറു ശ്വാസം, സാധാരണ ശ്വാസം. വിടുമ്പോൾ നീട്ടി വിടുക. നീട്ടി വിടുമ്പോൾ കണ്ണ് തുറന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഈ ശ്വാസത്തെ ശ്രദ്ധിക്കണം. ശ്വാസം 2 മൂക്കിലൂടെ നീട്ടി വിടുമ്പോൾ, എടുക്കുന്നത് 2 മൂക്കിലൂടെ. എടുക്കുന്നത് സാധാരണ ശ്വാസം, ചെറു ശ്വാസം. വിടുമ്പോൾ അത് നീട്ടി വിടുക. അപ്പോൾ ഇത് വിടുമ്പോൾ ഈ മനസ്സുകൊണ്ട് ഈ ശ്വാസത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ണ് തുറന്ന് വേണം ശ്വാസം നീട്ടി വിടാൻ. അപ്പം മനസ്സ് വേറെ അത് മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. ഇതാണ് നമ്പർ 1. ഇനി 2-3 വഴിപാടുകളുണ്ടാവും, അതോടെ പറഞ്ഞുതരാം. അതോടെ ചെയ്യുമ്പോഴാണ് മാറുന്നത്. ഈ ഒരു ശ്വാസവിദ്യ നിങ്ങൾ എപ്പോഴും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം. നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ആവർത്തിക്കാം. രാവിലെ എന്തായാലും ചെയ്യണം, വൈകിട്ടും ചെയ്യണം. പിന്നെ സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നും ചെയ്യണം. നടന്നുകൊണ്ടോ റോഡിൽ ഇരുന്നുകൊണ്ടൊന്നും ചെയ്യരുത് കേട്ടോ, വണ്ടി ഇരുന്നുകൊണ്ടൊന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇതൊരു രഹസ്യം. ഇത് ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശ്വാസം സാധാരണ പോലെ എടുക്കുന്നു, ചെറു ശ്വാസം നീട്ടി വിടുന്നു. അപ്പം കണ്ണ് തുറന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഈ ശ്വാസത്തെ ശ്രദ്ധിച്ച് നീട്ടി വിടുന്നു. സാവധാനം അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഇത് നമുക്ക് 1 മിനിറ്റോ 1/2 മിനിറ്റോ 3 തവണയോ എത്ര വേണമെങ്കിലും ചെയ്യാം. 1 മിനിറ്റൊക്കെ ചെയ്യുവാണ് നല്ലത്. അത് പറ്റുന്ന പോലെ ചെയ്യുക. ഇത് നമ്മൾ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശൂന്യമാകും. മനസ്സ് ശൂന്യമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും. എന്തു ചെയ്താലും രക്ഷപ്പെടാത്തവരും രക്ഷപ്പെടാൻ തുടങ്ങും. കാരണം മനസ്സിൽ ആ ശൂന്യത വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ പ്രപഞ്ചബോധം പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളുള്ളത് കൊണ്ടാണ്. അതുതന്നെയാണ് നിങ്ങളുടെ ബ്ലോക്ക്. അത് മാറണമെങ്കിൽ അത് ചിന്തിച്ചാൽ ചിലപ്പോൾ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ശ്വാസപ്രക്രിയയിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രപഞ്ചബോധം വരും, മനസ്സ് ശൂന്യമാകും. അപ്പം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന വഴിപാടുകൾ ഫലം കാണാൻ തുടങ്ങും. ഇനി എന്ത് വഴിപാട് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുതരാം. ഇതെന്തു ചെയ്തിട്ടും പെടാത്തവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഞാൻ ചെയ്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർ. അപ്പോൾ 1ാമത്തെ വഴിപാടാണ് നമ്പർ 1. കേട്ടോണം. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ മുഴുവൻ കേൾക്കണം കേട്ടോ, വീഡിയോ അവസാനം വരെ. അറ്റം മൂലം കണ്ടിട്ടൊന്നും ചെയ്യരുത്. അവസാനം വരെ അത് ശരിക്കും കേട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം അതോടുകൂടി മാറും. മനസ്സിലാക്കി ചെയ്യുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിന് ഒരു സെറ്റ് മുണ്ട് സമർപ്പിക്കുക. അതിനുശേഷം വൈകുന്നപാട് ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ചുറ്റും ചുറ്റുവിളക്ക് നിങ്ങൾ തെളിയിക്കുക. ചുറ്റുവിളക്ക് തെളിയിക്കുമ്പോൾ ഒരു 1/2 ലിറ്റർ എള്ളെണ്ണ കൊണ്ടുപോയി തെളിയിക്കുക. ഇത് കറുത്തവാവ് കഴിഞ്ഞ് ഞായറാഴ്ച ചെയ്യുക. 1 തവണയെങ്കിലും ആദ്യം ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടയ്ക്ക് വേണേൽ ആവർത്തിക്കാം, മാസത്തിൽ 1 വീതം. അത് നിങ്ങളുടെ ഇഷ്ടം. ആദ്യം 1 തവണയെങ്കിലും ചെയ്യുക. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകില്ലയോ എന്നറിയാം.
പക്ഷെ വിശ്വാസത്തോടു കൂടി ചെയ്യണം. ആദ്യം ശ്വാസവിദ്യ ദിവസം രാവിലെയും ഒരു ദിവസം തന്നെ പല തവണയും ചെയ്യണം. ശ്വാസവിദ്യ ഞാൻ പറഞ്ഞത്. ഇനിയും അടുത്ത വഴിപാടാണ് പറയുന്നത്. അത് ഒന്നാമത്തെ വഴിപാട് പറഞ്ഞു. ഇത് ഒരു തവണ ചെയ്യുക, പിന്നെ വേണ്ടവർക്ക് ആവർത്തിക്കുക. അപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും. ഇനി രണ്ടാമത്തെ വഴിപാട്, മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച വെളുപ്പിനെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അത് കാര്യമുണ്ട്. പറയുന്ന പോലെ ചെയ്താൽ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാകും. പറയുന്ന പോലെ ചെയ്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവർ 2 കണ്ടെയ്നറ് വാഹനങ്ങളോ ഒക്കെ മേടിച്ച് ആ ഒരു ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ലക്ഷങ്ങൾ ബിസിനസ് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായവരുണ്ട്. പല ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായവരുണ്ട്. ഞാൻ എത്രയോ വീഡിയോകളിൽ തന്നെ ഞാനതൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ ഇതുപോലെ വിശദമായിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ്. അതും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു കാര്യം നേടണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ട മറ്റുള്ളവർ ചെയ്യാത്ത ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നവരാണ് നേടുന്നത്. അതാണ് ഈ പറഞ്ഞു തരുന്നത്. അത് വിശദമായിട്ട് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത്. അറ്റം പോലെ കണ്ടിട്ട് ചെയ്യരുത്. വിശദമായിട്ട് മനസ്സിലാക്കിയാലേ അത് ചെയ്താൽ ബലമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടൊരു ഗുണം കിട്ടത്തില്ല. 5 മിനിറ്റ് കൊണ്ട് വേണ്ട, അത് ചെയ്താലും അതിൻ്റെ ബലം അതുപോലെ ഇരിക്കും. 5 മിനിറ്റ് കൊണ്ട് ആ ബലവും പോകും. ഫലം കിട്ടണമെന്നുമില്ല. നമ്മൾ ആഴത്തിലറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. അപ്പം മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ വെളുപ്പിനെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. രാവിലെ ഒരു ഗണപതി ഹോമം, അത് തലേദിവസം ബുക്ക് ചെയ്തോണം പോയി. അത് കഴിഞ്ഞ് രാവിലെ ഭദ്രകാളിയമ്മയ്ക്ക് കടുംപായസം, ചെമ്പരത്തിമാല, കടുംപായസം, ചുവന്ന പൂക്കൾ കൊണ്ടും വെള്ളപ്പൂക്കൾ കൊണ്ടുമുള്ള അർച്ചന, ഒരു സെറ്റും കൊണ്ട് സമർപ്പിക്കുക. ഇതോടൊപ്പം വൈകുന്നപാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു ചുറ്റുവിളക്കല്ല, ശ്രീകോവിലിന് ചുറ്റും ചുറ്റുവിളക്ക് തെളിയിക്കണം. ഭഗവതി സേവയും കൂടെ നടത്തുക. രാവിലെ ബുക്ക് ചെയ്യണം. ഭഗവതി സേവ കണ്ടു തൊഴുക. ഇത് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ചെയ്യുക. ഒരു തവണ തന്നെ ചെയ്ത് കഴിയുമ്പോൾ ശരിയായിട്ട് ചെയ്താൽ ജീവിതം മാറാൻ തുടങ്ങും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ നിർബന്ധമായിട്ട് ആവർത്തിക്കാനൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് അവനവൻ ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. ആവർത്തിച്ചവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഇത് ഒരു തവണയെങ്കിലും ചെയ്യുക. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ആദ്യം ശ്വാസവിദ്യ, രണ്ടാമത് കറുത്തവാവ് കഴിഞ്ഞത് ഞായറാഴ്ച കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറഞ്ഞ കാര്യം, മൂന്നാമത് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പറഞ്ഞ കാര്യം. പിന്നെ മാസത്തിൽ 1 വീതം മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച വീതം വേണമെങ്കിൽ നിങ്ങൾക്കിത് ആവർത്തിക്കാം. നിങ്ങൾക്കതിൻ്റെ ഉയർച്ച ഉണ്ടാകും. ഉയർച്ച നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആവർത്തിക്കാം. ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങളുണ്ട്. വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഇനിയും ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത്? അതായത് ഭദ്രകാളി അമ്മ എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം പ്രപഞ്ച ചൈതന്യമാണ്. ആ ചൈതന്യത്തിലേക്ക് ആ ക്ഷേത്രം എല്ലാം ആ ചൈതന്യത്തിനുള്ളിലാണ്. അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളും ഭദ്രകാളിയമ്മയുടെ അനന്തമായ ശക്തിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഭദ്രകാളിയമ്മയുടെ ചൈതന്യത്തിനുള്ളിലാണ് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഞാനും. ആ ഭദ്രകാളിയമ്മയ്ക്ക് പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വേണം വഴിപാട് ചെയ്യാൻ. അത് ചെയ്യുന്നവൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി കൂട്ടുകാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു യാന്ത്രികമായിട്ട് വഴിപാട് ചെയ്താൽ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളവർ ചെയ്തിട്ടും കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ചെയ്യണം. ആ വിശ്വാസത്തിൽ ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത്, കറുത്തവാവിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രാവിലെ ഗണപതി ഹോമം, അത് തലേദിവസം ബുക്ക് ചെയ്യണം. രാവിലെ അമ്മയ്ക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ കടുംപായസം, ഒരു അഷ്ടോത്തരാർച്ചന, ഒരു സെറ്റ് മുണ്ട് സമർപ്പിക്കുക. ഇനി സെറ്റ് മുണ്ട് നമ്മുടെ ഇവിടെയുള്ള ക്ഷേത്രത്തിൽ നമ്മൾ സമർപ്പിക്കാറുണ്ട്. സമർപ്പിച്ചവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു. ചിലയിടത്തോട്ടൊക്കെ ഇപ്പോൾ ഈ മലബാർ സൈഡിലോട്ടൊക്കെ ചെന്നാൽ ചിലയിടത്ത് ചിലപ്പോൾ സമർപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് ചില ആളുകൾ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ അത് പറ്റത്തില്ലെങ്കിൽ വേണ്ട, അവിടെ ചുമന്ന പട്ടും 10 രൂപയുടെ എള്ളനയും കൂടെ സമർപ്പിക്കുക. അത് പറ്റുമല്ലോ. പല ക്ഷേത്രങ്ങളിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളതിനെ ബഹുമാനിക്കണം. അപ്പോൾ നമ്മളവിടെ അത് ചെയ്യുക.
പറ്റുന്നിടത്ത് സെറ്റ് മുണ്ട് തന്നെ സമർപ്പിക്കണം. അതിനോളം ബലം ഭയങ്കര മാറ്റമാണ്. അല്ലാത്തൊരു ചുമന്ന പട്ടും 10 രൂപയുടെ എല്ലെണ്ണയും കൂടെ സമർപ്പിക്കുക. എന്നിട്ട് വൈകുന്ന പാട് ചുറ്റുവിളക്ക് തെളിയിക്കണം. ഈ ഭഗവതി സേവനം വൈകിട്ട് ചെയ്യണം. അത് രാവിലെ ബുക്ക് ചെയ്താൽ മതി. അത് കണ്ടു തൊഴണം, ശ്രദ്ധിച്ച് കേട്ടോണം, പറയുന്ന പോലെ ചെയ്യണം. അത് ആ പറയുന്ന രീതി ചെയ്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് കാര്യമില്ല. ആ പൂർണ്ണ വിശ്വാസത്തിൽ പറയുന്ന ഭഗവതി സേവ കണ്ടു തൊഴണം. ഇത് കാർത്തവാവിൻ്റെ വന്ന് ചെയ്യുക. ആദ്യം ഒരു തവണയെങ്കിലും ചെയ്യുക. പിന്നെ സാധിക്കുന്ന കാർത്തവാവുകൾ ഇത് ആവർത്തിക്കുക. ജീവിതത്തിൽ എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടാത്തവരും ഞാനീ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. 10 രൂപ തികച്ചെടുക്കാനില്ലാത്തവർ വലിയ രീതിയിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്താൽ. ഇനിയും ഈ പറയുന്ന കാര്യത്തിനകത്ത് ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു രഹസ്യവിദ്യയും കൂടെ പറഞ്ഞുതരാം. വെളുപ്പിന് രാവിലെ 5:15 എഴുന്നേൽക്കുക. ഇപ്പം ചിലർ എന്നോട് ചോദിക്കും, അയ്യോ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നത്, അവിടെ കുഴപ്പമുണ്ടോയെന്ന്. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 5:15 എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അവർ 4:30 എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നേ. നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. 5:15 എഴുന്നേൽക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചിലർ താമസിച്ച് എഴുന്നേൽക്കുന്നവർ, അതിനു വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വെളുപ്പിന് എഴുന്നേൽക്കുക. ഏത് സമയത്ത് എഴുന്നേൽക്കാലും 5:15 മുമ്പായിട്ട് എഴുന്നേൽക്കണം. അതെപ്പം വേണമെങ്കിലും എഴുന്നേറ്റാൽ കുഴപ്പമില്ല. അതിന് നേരത്തെ എഴുന്നേറ്റാൽ ഒന്നും കുഴപ്പമില്ല. 5:20 ആകുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ മൺചട്ടി എടുക്കണം. അതിൻ്റെ അകത്ത് കൈയും കാലും മുഖവും കഴുകിയിട്ട് മൺചട്ടിക്കകത്ത് എള്ളെണ്ണ ഉപയോഗിക്കണം. എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിക്കണം. ഒരു തിരി ഇട്ടാൽ മതി. തിരി കത്തിച്ചിട്ട് നിങ്ങൾ ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ മുറിയിരുന്നോ വിളക്ക് കത്തിക്കുന്നിടത്ത് ഇരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. കിഴക്കോട്ട് നിങ്ങൾ തിരിഞ്ഞിരിക്കുക. എന്നിട്ട് ആ നിങ്ങളുടെ മുന്നിലായിട്ട് ഈ മൺചട്ടിക്കകത്ത് ദീപം വെക്കുക. അപ്പം ദീപം പടിഞ്ഞാട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഹ്രീം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് മനസ്സിൽ ജപിച്ച ശേഷം വലതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. വലതുമൂക്കിനുള്ളിൽ ഹ്രീം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് ജപിച്ച ശേഷം ഇടതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഒറ്റ തവണ ചെയ്താൽ മതി. ഇത് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ വലതുമുക്ക് അടയ്ക്കോ ഇടതുമുക്ക് അടയ്ക്കോ ഒന്നും വേണ്ട, മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്യുക. മനസ്സിലായല്ലോ? ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ദീപനാളത്തെ കണ്ണുകൊണ്ട് നോക്കി എന്തു ചെയ്യണം? ഈ മന്ത്രം ജപിക്കണം. ഹ്രീം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ. ഇത് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ മതി. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ മൺചട്ടിയിലെ ദീപത്തെ നോക്കി ജപിക്കുക. നിങ്ങളുടെ ശ്രദ്ധയും മനസ്സും ആ ദീപത്തിലായിരിക്കണം. ഇത് നിങ്ങൾക്കിഷ്ടമുള്ള 1/2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ആ ദീപനാളത്തെ നോക്കി നിങ്ങൾക്ക് വേണ്ട കാര്യം ആവശ്യപ്പെടുക. അത് ദേവിയാണെന്ന് ഉറപ്പിച്ച് ഇത് അടുപ്പിച്ച് ഒരു 15 ദിവസം ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ വിദ്യ അടുപ്പിച്ച് 15 ദിവസം ചെയ്ത ആൾക്ക് വീടിൻ്റെ പ്രമാണമൊന്നും ശരിയാകാത്തവർക്ക് വീടുണ്ടായ ആ പ്രമാണവും കാര്യങ്ങളും ഒക്കെ വലിയ തടസ്സമല്ല. അതെല്ലാം ശരിയായി കിട്ടി. അസാധ്യ കാര്യം നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്തവർ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ വീടില്ലാത്തവർ ആ വീടുണ്ടായി, അവരുടെ പ്രമാണമെല്ലാം ശരിയായി, ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. മക്കൾക്കും എല്ലാം വലിയ മാറ്റമാണ്. ഇതാരും പറഞ്ഞു തരത്തില്ല. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത അറിവാണ്. ഇനി ഇതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൻ്റെ പുറകിലെ രഹസ്യം മനസ്സിലാകണം. ചുമ്മാ ചെയ്തുകൊണ്ടൊന്നും അത് ഫലം കിട്ടത്തില്ല. പറഞ്ഞാൽ മനസ്സിലാകണം. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. ഒരു 15 20 25 30 35 40 നിങ്ങൾക്ക് വേണ്ടി ഒരു എത്ര മിനിറ്റാണെങ്കിലും അത് ചിലവഴിക്കുക. ഞാനിത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു തരാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചിലവഴിക്കുന്നതിനകത്ത് തന്നെ എന്തോ ബുദ്ധിമുട്ട്. ഞാൻ എത്ര ബുദ്ധിമുട്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എനിക്ക് വാട്സപ്പിൽ വർക്കുണ്ടായിരുന്നു. അത് എല്ലാം കഴിഞ്ഞ് ഞാൻ ചെയ്തിട്ട് ഞാൻ വളരെ ക്ഷീണിതനായിട്ടാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് വേറെ കാര്യം പറഞ്ഞാൽ പോരെ, വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരാം. പക്ഷെ അതല്ല, ഞാൻ ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യം ഒരുപാട് ആളുകൾ ജീവിതങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് അതിനുവേണ്ടിയാണ് ഇത്രയും മെനക്കെട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എനിക്കത് ഇത്രയും നേരം ഇത് വായിലേക്കണമെന്ന് എനിക്ക് വല്ല നേർച്ച പോലെ ഉണ്ടോ? ഒന്നുമില്ല. എനിക്ക് 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറയാൻ എനിക്കറിയാം. പക്ഷെ അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത്
വെളുപ്പിനെ ചെയ്യുക, അടുപ്പിച്ച് 15 ദിവസം ചെയ്യുക, അല്ലെങ്കിൽ 21 ദിവസം ചെയ്യുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ വേണമെങ്കിൽ ദിവസവും ഇത് ചെയ്യുക. ഞാൻ പറഞ്ഞ സമയത്ത് ചെയ്യണം. 5:20 5:45 ഇടയ്ക്ക് രാവിലെ. അപ്പോൾ നിങ്ങൾ 4:30 4 മണിക്ക് എപ്പം വേണമെങ്കിലും എഴുന്നേറ്റോ, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ സമയത്ത് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം അതിനൊരു സംശയത്തിൻ്റെ കാര്യമില്ല. ഇനിയും പറഞ്ഞു തരാൻ പോകുന്ന കാര്യം, നിങ്ങൾ എവിടെ വിളക്ക് തെളിയിച്ചാലും നിങ്ങൾക്ക് ബലമുണ്ടാകും. ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടാട്ടെ. അതിനുള്ള സമയം അങ്ങ് പൊക്കോട്ടെ. നിങ്ങളൊന്ന് കേട്ടാട്ടെ. വീട്ടിൽ വിളക്ക് തെളിയിച്ചാലും ക്ഷേത്രത്തിൽ നമ്മളൊരു നെയ്വിളക്ക് തെളിയിച്ചാലും ഒക്കെ നിങ്ങൾക്ക് ബലം കിട്ടും. ആ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത സംഭവങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മാസത്തിൽ ഒരു തവണ നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നും വളരെ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര പോയി അവിടെ പോയി ആ ഈശ്വരനെ, ഏത് ക്ഷേത്രത്തിലേക്ക് വേണേലും പോകും, ഈശ്വരനെ തൊഴണം കേട്ടോ. അതിനകത്തൊരു കാര്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വഴിപാട് ചെയ്തിട്ടും മാറ്റാത്ത ജീവിതങ്ങൾ മാറ്റും. നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നും അകലെയുള്ള പുണ്യക്ഷേത്രങ്ങൾ മാസത്തിലൊന്ന് ദർശനം ചെയ്യണം. ആഴ്ചയിൽ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക. അത് ഏറ്റവും അനിവാര്യം. പക്ഷേ അകലെയുള്ള പുണ്യക്ഷേത്രങ്ങൾ നിങ്ങൾ മാസത്തിലൊന്ന് വീതം ദർശനം ചെയ്യണം. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തവർ രക്ഷപ്പെടും. കാരണം അതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളെ നമ്മൾ തേടിപ്പോകണം. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ചില അനുഗ്രഹങ്ങൾ തേടിപ്പോകുമ്പോഴേ കിട്ടത്തുള്ളൂ. നമ്മുടെ തേടിപ്പോകേണ്ടതിനെ തേടിപ്പോകണം. അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം കേട്ടോ. വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകണം. പിന്നെ ആഴ്ചയിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യണം. അത് ഏറ്റവും പ്രധാനം. അതോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ക്ഷേത്രത്തിൽ മാസത്തിൽ ഒന്ന് വീതം പോയി ദർശനം ചെയ്യണം. ഇത് ചെയ്താൽ ഉറപ്പാണ് ജീവിതം മാറിയിരിക്കും. എന്തു ചെയ്തിട്ട് രക്ഷപ്പെടാത്തവരും രക്ഷപ്പെട്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ. ഇനി ഞാൻ വിളക്ക് നിങ്ങൾ എവിടെ തെളിയിച്ചാലും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. വിളക്ക് എന്ന് പറഞ്ഞാൽ ചെമ്പും വെളുത്തീയം ഈയവും കൂടെ ചേരുന്നതാണ് വിളക്ക്. അതായത് ഓട്ട് വിളക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ നിലവിളക്കിനെ കുറിച്ചാണ് പറയുന്നത്. നിലവിളക്ക് വീട്ടിൽ തെളിയിക്കണം. നിലവിളക്കാണ് വീട്ടിൽ തെളിയിക്കേണ്ടത്. പിന്നെ തൂക്കുവിളക്ക്, അത് ഇപ്പം ഇല്ലങ്ങൾ അല്ലെ വെച്ചാരാധന ഉള്ളവർ അല്ലെ ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ തൂക്കുവിളക്ക് തെളിയിക്കുന്നുണ്ട്. സാധാരണ വീടുകളിൽ നിലവിളക്ക്, അതായത് നമുക്കറിയാമല്ലോ സാധാരണ ഓട്ട് വിളക്ക്, അതൊരു പീഠത്തെ വേണം വെക്കാൻ. ഇനി വിളക്ക് തെളിയിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു രഹസ്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ വിളക്കിനകത്ത് ഇപ്പോൾ എള്ളെണ്ണ ഉപയോഗിക്കുന്നു. എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം. എള്ളെണ്ണ ഒഴിച്ചിട്ടേ തിരിയിടാവുള്ളൂ. എന്നിട്ട് തിരി കത്തിക്കുമ്പോൾ 5 തിരി തന്നെ ഇടണം. ഇനി അതിൻ്റെ എല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടി പറയുന്നത്. ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ്. അപ്പം ഈ തിരി കത്തിക്കുമ്പോൾ വിളക്കിൽ തിരി കത്തിച്ച് കഴിയുമ്പം എള്ളെണ്ണ ഒഴിച്ച് ഓട്ടുവിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് നമ്മൾ തിരി കത്തിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു ഊർജം, അതായത് പ്രകാശമാകുന്ന ഊർജം ചുറ്റും പരക്കുന്നുണ്ട്. അതിനകത്ത് സംശയമില്ലല്ലോ. വിളക്ക് കത്തിച്ചാൽ വെട്ടം കാണുമെന്നറിയാമല്ലോ. പ്രകാശം ചുറ്റും പരക്കുന്നു, അതിൽ നിന്നൊരു ഊർജം ഉണ്ടാകുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ലല്ലോ. ഇനിയും പറഞ്ഞുതരാം. ഈ ഊർജം നമ്മളുടെ പ്രാണശരീരത്തെ ബലപ്പെടുത്തും. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അറിയാതെ പോകരുത്. പ്രാണശരീരത്തെ ബലപ്പെടുത്തും. അപ്പോൾ എന്തുവാ പ്രാണശരീരം? ആ പ്രാണശരീരം ഉണ്ട്. പ്രാണശരീരം അങ്ങനെയൊന്നുമല്ല. മനസ്സിലാക്കിയാൽ നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ബലമുണ്ടാകും. അതായത് നമ്മുടെ ശരീരം 5 ലെയറായിട്ടാണ്, 5 കോശങ്ങളാണ്, 5 ശരീരങ്ങളാണ്. അതിൽ ആനന്ദമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 ശരീരങ്ങളായിട്ടാണ്, 5 ലെയറായിട്ടാണ്, പഞ്ചകോശങ്ങളാണ്, 5 ശരീരങ്ങളായിട്ടാണ്. അതിൽ ഒരെണ്ണമാണ് പ്രാണമയ കോശം. അപ്പോൾ ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസമല്ല പ്രാണൻ. ശ്വാസത്തിലൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് പ്രാണൻ. നമ്മൾ ശ്വസിച്ചിട്ട് ആ ശ്വാസം മുഴുവൻ പ്രാണനല്ല.
ശ്വാസത്തിൽ ചൈതന്യമുണ്ട്. ആ ചൈതന്യം നമ്മുടെ ശരീരം എടുത്തിട്ടാണ് ബാക്കി പുറം തള്ളുന്നത്. അപ്പം അത് പ്രാണൻ എന്ന് വെച്ചാൽ ചൈതന്യമാണ്, ഊർജമാണ്. അപ്പം ഈ ഊർജം, ആ പ്രാണശരീരം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഊർജമാണ്. ആ ഊർജത്തെ സ്വീകരിക്കുമ്പോഴാണ് അതിന് ബലം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ ഊർജം വെളിയിൽ നിന്ന് ഊർജത്തെ സ്വീകരിക്കുമ്പോഴാണ് ആ ഊർജം ബലപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഊർജം എങ്ങനെയൊക്കെ സ്വീകരിക്കാം? പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കാം. സൂര്യനിൽ നിന്ന് നമ്മൾ ഊർജം സ്വീകരിക്കാറുണ്ട്, ഇല്ലേ? ഭക്ഷണത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കാറുണ്ട്, ശ്വാസത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കാറുണ്ട്. ഈ ഊർജമെല്ലാം നമ്മൾ ഏത് വിധേനയാണേലും ആ ചൈതന്യത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജ ശരീരം ബലപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മളിപ്പോൾ ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ മനസ്സിന് സന്തോഷവും കൂടുതൽ ഊർജവും കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല കാറ്റ്, അല്ലെങ്കിൽ നല്ലൊരു, അതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരം ഊർജ്ജം സ്വീകരിക്കുന്നുണ്ട്. ശ്വസനത്തിലൂടെ സ്വീകരിക്കുന്നതൊപ്പം ത്വക്കിലൂടെയും നമ്മളിലേക്ക് വരുന്ന ഊർജ്ജം നമ്മുടെ ശരീരം ആ നല്ല കാറ്റും ഒക്കെ ആ ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഊർജ്ജം സ്വീകരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എനർജറ്റിക് ആകുന്നത്. നമ്മളതുകൊണ്ടാണ് പ്രകൃതിയിലേക്കല്ലേ നല്ല നമ്മൾ മനസ്സ് ഡസ്പായിരിക്കും, മനസ്സൊരു വല്ലാതെ ടെൻഷൻ ആയിരിക്കുമ്പോൾ നമ്മൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോയിരിക്കുന്നത് അതിൽ നിന്ന് ഊർജ്ജം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആവും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജ്ജം അത് ബലപ്പെടുമ്പോഴാണ് നമുക്ക് മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശമാകുന്ന ഊർജ്ജം നമ്മളുടെ പ്രാണശരീരത്തെ, നമ്മുടെ ഉള്ളിൽ ഊർജ്ജത്തെ ബലപ്പെടുത്തുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ഓടെന്ന് പറഞ്ഞത് ചെമ്പും വെളുത്തീയവും കൂടെ ചേരുന്നതാണ്. ആ ലോഹ മിശ്രിതത്തിൽ നിന്ന് ചൂടാകുമ്പോഴുണ്ടാകുന്ന ഊർജ്ജത്തിൽ ആ ലോഹ മിശ്രിതത്തിൻ്റെയും കൂടെ ഒരു ഊർജ്ജം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് കൂടുതൽ നമ്മുടെ ശരീരത്തെ, വിളക്കിൽ നിന്നുള്ള ആ പ്രകാശം പ്രാണശരീരത്തെ ബലപ്പെടുത്തുമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലെ ആ ഊർജ്ജ ശരീരം ബലപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെ ദൃഢത, സമാധാനം, അതുപോലെ നമ്മുടെ മനസ്സിന് ഒരു ശാന്തത, നമ്മുടെ മനസ്സിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി, ഊർജം ഒക്കെ കൈവരും. അതുകൊണ്ടാണ് വിളക്ക് വീട്ടിൽ ഓട്ടുവിളക്ക് തന്നെ തെളിയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇത്രയും ക്ലിയർ ആണോ? ഒരു സംശയമില്ലാത്തത്. കാരണം ഞാൻ +2 കുട്ടികളെ അക്കൗണ്ടൻസി പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ A-Z കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിച്ച പിള്ളേരൊക്കെ ജയിച്ചിട്ടുമുണ്ട്, ഒരാൾക്ക് 2nd ക്ലാസ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അവരന്ന് എൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ വന്നപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ജയിപ്പിച്ച് തരണം. അപ്പം ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്ന്. ഞാൻ പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ ജയിപ്പിച്ചു തരാമെന്ന്. അന്ന് ആ തൻ്റെ ഇടത്തോടെ പഠിപ്പിച്ചവനാണ് ഞാൻ. കാരണം എനിക്കത് ജയിപ്പിക്കാമെന്ന് അറിയാം. അതുകൊണ്ടാണ് അപ്പം ജയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പഠിക്കണമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ B.Com പഠിച്ചു, ഞാൻ അങ്ങനെ മാർക്ക് നേടിയ ആളാണ്, എനിക്കറിയാം. അല്ല പിന്നെ B.Com കഴിഞ്ഞ ഒരാൾക്ക് അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ പഠിപ്പിച്ച് ജയിപ്പിച്ചാൽ ഞാൻ പിള്ളേരെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ അറിയണം. അല്ല ചുമ്മാ പോയി വഴിപാട് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. എന്തു ചെയ്യാത്തവരും രക്ഷപ്പെടാൻ ഉള്ള വിദ്യ പറഞ്ഞാൽ എനിക്ക് പറ്റുമെന്നുള്ള കാര്യം അതാ പറഞ്ഞത്. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്ന രഹസ്യം പഠിയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കുക, ഒരു തിരി ഇടുമ്പോഴാണോ കൂടുതൽ ഊർജം വരുന്നത്? 2 തിരിയുമ്പോഴാണോ കൂടുതൽ ഊർജം പ്രാണശരീരത്തിന് കിട്ടുന്നത്? 3 തിരിയിടുമ്പോഴാണോ കൂടുതൽ ഊർജം പ്രാണശരീരത്തിന് കിട്ടുന്നത്? 4 തിരിയിടുമ്പോഴാണോ കൂടുതൽ ഊർജം പ്രാണശരീരത്തിന് കിട്ടുന്നത്? 5 തിരിയിടുമ്പോഴാണോ കൂടുതൽ ഊർജം പ്രാണശരീരത്തിന് കിട്ടുന്നത്? എത്ര തിരി ഇടുമ്പോഴാണ്? 5 തിരിയിടുമ്പോഴാണ് കൂടുതൽ ഊർജം അതിൽ നിന്ന് വരുന്നത്. അത് നമ്മുടെ പ്രാണശരീരത്തെ കൂടുതൽ ബലപ്പെടുത്തും. അപ്പോൾ എത്ര തിരി ഇടേണ്ടത്? കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും 5 തിരി. ഇത്രയും കേട്ട ആൾക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും 5 തിരി. അതിനകത്ത് സംശയത്തിനൊന്നും കാര്യമില്ല. 1 തിരിയിട്ട് എത്ര ദിവസം കത്തിച്ചാലും കിട്ടാത്ത ഊർജം 5 തിരിയിട്ട് കത്തിച്ചാൽ അന്നോട്ട് കിട്ടിത്തുടങ്ങും. അവിടെയാണ് ജീവിതം മാറും. അപ്പോൾ ഇത്രയും കേട്ട ഒരാൾ വീട്ടിൽ വിളക്ക് കത്തിക്കും, രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കും, 5 തിരി തന്നെയായിട്ട് വിളക്ക് കത്തിക്കും, എള്ളെണ്ണ തന്നെ ഉപയോഗിക്കും. ഓരോ തിരിയും കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, ഇങ്ങനെ തന്നെ തിരിയിടും. ഇനി ഓരോ തിരി കത്തിക്കുമ്പോഴും മന്ത്രം ജപിക്കണം. മന്ത്രം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, ഊർജ്ജമാണ്. ആ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലെ പ്രാണശരീരത്തിനെ ബലപ്പെടുത്തും. അതുകൊണ്ട് ഓരോ തിരിയും മന്ത്രം ജപിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കണം. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ 1 തവണ.
ഓം നമോ നാരായണായ ഒരു തവണ. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ. ശിവോഹം ഒരു തവണ. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഒരു തവണ. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഒരു തവണ. ഓം കൃഷ്ണായ നമ ഒരു തവണ. ഇത്രയും മന്ത്രങ്ങൾ ഓരോ തവണ ജപിച്ചുകൊണ്ട് ഓരോ തിരിയും കത്തിക്കണം. കെടുത്തുമ്പോഴും ഇത്രയും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഓരോ തിരിയും കെടുത്തണം. കിഴക്ക് ഭാഗത്ത് തിരി ആദ്യം കത്തിക്കണം, തെക്ക് അവസാനം കത്തിക്കുക. ഇടയ്ക്കുള്ള തിരി എങ്ങനെ വേണമെങ്കിലും കത്തിക്കാം. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും ഇങ്ങനെ ചെയ്താൽ. കിഴക്ക് ഭാഗത്ത് തിരി ആദ്യം കെടുത്തുക, തെക്ക് അവസാനം കെടുത്തുക. ഇടഭാഗത്ത് തിരി എങ്ങനെ വേണമെങ്കിലും കെടുത്താം, എങ്ങനെ വേണമെങ്കിലും ഇടയ്ക്കുള്ള തിരി കത്തിക്കുകയും ചെയ്യാം. ഇങ്ങനെ നിങ്ങളും ചെയ്തു നോക്കിക്കേ. നമ്മൾ ഇത്രയും നാളും ചെയ്തിട്ട് ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഇത്രയും കാര്യം മനസ്സിലാക്കി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്തൊരു വ്യക്തിക്കാണ് വലിയൊരു തുക കിട്ടാനുണ്ടായിരുന്നത്, കിട്ടിയത്. ഇങ്ങനെ തന്നെ വിളക്ക് കത്തിച്ചേ ഉള്ളൂ. അവർ വാട്സപ്പിൽ ഇപ്പോഴും മെസ്സേജ് കിടപ്പുണ്ട്. വലിയ തുകയാണ്, ഞാനത് പറയുന്നില്ല. കിട്ടാനുണ്ടായിരുന്ന കിട്ടി. വിളക്ക് ഇത്ര മാത്രം ചെയ്ത് വിളക്ക് കത്തിച്ചേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ നിങ്ങൾ വിളക്ക് തെളിയിക്കും. രാവിലെയും വൈകിട്ടും തെളിയിക്കും. 5 തിരി തന്നെ ഇട്ട് തെളിയിക്കും. എള്ളെണ്ണ തന്നെ ഉപയോഗിക്കും. പിന്നെ 2 തിരി കൂട്ടി ഇടാതിരിക്കുക, ഒറ്റ തിരി ഇട്ടാൽ മതി. അത് പറഞ്ഞ പോലെ ചെയ്യുക. ഇനി 2 തിരി കൂട്ടി ഇട്ടുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒറ്റ തിരി ഇട്ടാൽ മതി. അങ്ങനെ 5 തിരി ഇട്ടാൽ മതി. ഇനി വിളക്ക് കരിന്തിരി കത്തുന്നതിൻ്റെ കാര്യം. കരിന്തിരി കത്തുന്നതിൻ്റെ അത് പറഞ്ഞുതരാം. ചിലപ്പോൾ ഞാൻ വിട്ടുപോകുമെന്ന് വിചാരിച്ചൊരു വിഷയമാണ്. ഏതായാലും ഓർത്തോണ്ട് അത് പറഞ്ഞുതരാം. കരിന്തിരി കത്താതിരിക്കാൻ ഒരു പണി പറഞ്ഞുതരാം. ഒരാളുടെ വീട്ടിലും വിളക്ക് കരിന്തിരി കത്തത്തില്ല. കരിന്തിരി കത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളുടെ ദോഷം കൊണ്ടാണ്. ദോഷമല്ല, നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മുടെ ദോഷം കൊണ്ടാണ്. ശ്രദ്ധിക്കാത്തൊരു ദോഷമാണ്, അങ്ങനെ പറയുമ്പോൾ ശരിയാണ്. കരിന്തിരി കത്തുന്നത് നമ്മുടെ വിളക്കിൻ്റെ ഈ എണ്ണ ഒഴിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, എണ്ണ ഒഴിക്കുന്ന ആ ഭാഗം, ആ ഭാഗത്തിന് താഴേക്ക് നല്ല കുഴിവുള്ള വിളക്ക് മേടിക്കണം. കരിന്തിരി കത്തത്തില്ല. വിളക്കിൻ്റെ എണ്ണ ഒഴിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗം പരന്നത് മേടിക്കരുത്, കുഴിഞ്ഞത് മേടിക്കണം. കരിന്തിരി കത്തത്തേ ഇല്ല. ഒരു തുള്ളി എണ്ണ ഉണ്ടെങ്കിലും 5 തിരിയും കത്തും. കരിന്തിരി കത്തത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പരന്ന വിളക്ക് കരിന്തിരി കത്തുന്നതിനേക്കാൾ വളരെ 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 സാധ്യത കുറവാണ് ഈ കുഴിഞ്ഞ എണ്ണ ഒഴിക്കുന്ന ഭാഗം കുഴിഞ്ഞതായിട്ടുള്ള വിളക്ക് കരിന്തിരി കത്താൻ. അത് നമ്മൾ വളരെ അല്പം ശ്രദ്ധിച്ചാൽ പോലും കരിന്തിരി കത്തത്തില്ല. കാരണം അത് ഈ എണ്ണയ്ക്ക് ഈ കുഴിവുള്ളതുകൊണ്ട് ഈ എണ്ണ വന്ന് ഇതിൻ്റെ അകത്ത് കിടക്കും. അത് ഈ തിരിയിലോട്ടെല്ലാം പോകും. പരന്നായിരിക്കുമ്പോൾ എണ്ണ ശരിക്കും തിരിയിലോട്ട് കിട്ടണമെന്നുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ആ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി അഥവാ കരിന്തിരി കത്തിയെന്ന് വിചാരിക്കുക, നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ തിരി എടുത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തിട്ട് വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു തിരിയിട്ട് ഓം നമോ നാരായണായ ജപിച്ചൊരു വിളക്ക് കത്തിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ മനസ്സിലായി. പിന്നെ നിങ്ങൾ കരിന്തിരി അഥവാ ഇനി ഏതെങ്കിലും കാര്യത്തിൽ കത്തിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തിരി കത്തിക്കഴിയുമ്പോൾ ഉള്ള തിരികളുണ്ടല്ലോ, അതൊരു പാത്രത്തിനകത്തിട്ട് വെക്കണം. അത് ഒരു കർപ്പൂരം ഇട്ട് വല്ലതും കത്തിച്ച് ഒന്നിച്ച് അങ്ങ് കളയണം. അത്രയേ ഉള്ളൂ. അതൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യുക, നല്ലതാണ്. ഇനി ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ഭക്ഷണത്തിനകത്ത് തലമുടി കണ്ടാൽ കുഴപ്പമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, തലമുടി ഭക്ഷണത്തിനകത്ത് വരുന്നത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ അശ്രദ്ധ കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ അതെടുത്ത് കളയുക, തലമുടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ എനിക്ക് കുടുംബദോഷം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു സംഭവം ഇതിൻ്റെ അകത്തില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ തലമുടി വീഴാതെ ഇരിക്കാൻ നോക്കണം. ഇത് അകത്ത് ചെന്നാൽ ശരീരത്തിന് നല്ലതല്ല. അങ്ങനെ ശരീരത്തിന് ദോഷം വരാതെ പാചകം ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ, തലമുടി വീഴാതെ. ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കുടുംബദോഷമുണ്ടോ, അതുകൊണ്ട് ഞാനെന്ത് വഴിപാട് ചെയ്യണം, അങ്ങനെ ഒരു കുഴപ്പമേ ഇല്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പേടിച്ച് അതൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കാലൊന്ന് തട്ടി അല്ലെങ്കിൽ വിളക്കൊന്ന് കരിന്തിരി കത്തി, അതൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. വിളക്ക് കുഴിവുള്ള വിളക്ക്, എണ്ണ ഒഴിക്കുന്ന ഭാഗം കുഴിവുള്ള വിളക്കാണ്, കരിന്തിരി കത്തത്തില്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് കത്തത്തില്ല കരിന്തിരി. അത് ശ്രദ്ധിക്കുക. നല്ല കുഴിവുള്ള വിളക്ക് മേടിക്കുക, പരന്ന വിളക്ക് മേടിക്കാതിരിക്കുക, എണ്ണ ഒഴിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധാക്കുറവുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ്.
ഇത് ലക്ഷങ്ങൾ കൊടുത്താലും ഈ പ്രാണമയ കോശം ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് എവിടുന്നും ആരും പറഞ്ഞു തരത്തില്ല. അത്ര നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്ന ആ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് ഏതൊരു സാധാരണക്കാരൻ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആനന്ദമയ കോശം, പ്രാണമയ കോശം ഇതൊക്കെ കേട്ട് കഴിയാന്നല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് ആരും ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരാത്ത രീതിയിലാണ് ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. അതുപോലെ നിങ്ങൾ വെളുപ്പിനെ വീട്ടിലെ ഭദ്രകാളി ഈ ഒരു വിളക്ക് തെളിയിച്ച ഭദ്രകാളിയുടെ വിദ്യ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ രഹസ്യവും ആ ദീപത്തിൽ നിന്ന് വരുന്ന ഒരു ഊർജമുണ്ട്, ഒരു ചൈതന്യം, ഒരു ഊർജം. ആ ഊർജം നിങ്ങൾ ഏകാഗ്രമായിട്ട് രാവിലെ വെളുപ്പിനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ 5:20. അപ്പം വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ ആ സമയം നമ്മളുടെ ബോധം വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. പക്ഷികൾ ഉണരുന്ന സമയമാണ്, പ്രകൃതി ഉണരുന്ന സമയമാണ്. ആ ഉണർവ് നമ്മുടെ ബോധത്തിലും നമ്മുടെ ബ്രെയിനിലും എല്ലാം ഉണ്ടാകും. ആ ഉണർവോടുകൂടി ആ ദീപനാളത്തിൻ്റെ ഊർജത്തെ ശ്രദ്ധിച്ച് നമ്മൾ മന്ത്രവും പ്രാർത്ഥനകളും ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ ആ ഊർജ ശരീരത്തെ അത് കൂടുതൽ ബലപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസം, നമ്മുടെ ചിന്തകൾ ഒക്കെ കൂടുതൽ ബലപ്പെടുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ പ്രപഞ്ചബോധം നമ്മളിലേക്ക്, ആ ഭദ്രകാളിയമ്മ എന്ന് പറഞ്ഞ ശക്തി നമ്മളിലേക്ക് കൊണ്ട് തരുകയും ചെയ്യും. അത്രയുള്ള അതിൻ്റെ രഹസ്യം. പറഞ്ഞ മനസ്സിലാകും. അല്ലാതെ ചുമ്മാ ഒരു കാര്യം ഞാൻ പറയത്തില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കാണുന്നവരൊക്കെ വിളക്ക് കത്തിക്കും. ഇത് കാണുന്നവർ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്, എങ്ങനെയാണ് വിളക്ക് കത്തിക്കുന്നത്, എങ്ങനെ വിളക്ക് കത്തിക്കണം, അതുകൊണ്ടുള്ള ഫലം എന്താണ്, നിങ്ങൾ ചെയ്ത് നോക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എൻ്റെ ഈ വീഡിയോ മുഴുവൻ കാണുന്നത് അവരെ ആരും പഠിപ്പിക്കേണ്ട, അവരങ്ങോട്ട് പഠിപ്പിക്കും. അത്ര വിശദമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ആളുകളൊന്നും കാണുമെന്ന്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ അങ്ങനെ കഴിവതും ആരും അറിയാറില്ല. അതുകൊണ്ടാണ് എന്നും കുന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടന്ന് ജീവിതത്തിലെന്നും സമാധാനമില്ലാതെ ഓടി നടക്കുന്നതാണ്. അറിയേണ്ട കാര്യം അറിഞ്ഞാൽ അന്നോട്ട് സമാധാനം ഉണ്ടാകും. പക്ഷെ അതിൻ്റെ പുറകെ പോകത്തില്ല. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, കാണുന്നവർ കാണട്ടെ. ഈ വീഡിയോ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തന്നത്, ഇത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞാലേ അത് നിങ്ങൾക്ക് ചെയ്താൽ ബലം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്താൽ ബലം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് സമയം ഉണ്ടായിട്ടോ എനിക്ക് പറയാനുള്ള വലിയ ഊർജ്ജം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഞാൻ ക്ഷീണിതനാണ്. എനിക്ക് എപ്പോഴും വർക്കുകളുണ്ട്. ആ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് കാണുന്നവരുടെ ജീവിതം മാറുക, അത്രയേ ഉള്ളൂ. അല്ലെ ചുമ്മാ 5 മിനിറ്റ് കൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പോകാം. ഇഷ്ടംപോലെ കാര്യം. ഇപ്പം ഇത്രയും വിശദമായിട്ട് കാര്യം പറയാൻ കഴിവുള്ള ഒരാൾക്ക് എന്തോരം കാര്യങ്ങൾ ചുമ്മാ പറയാൻ പറ്റും. അതും ഇതൊക്കെ ഞാൻ ഇന്നേ വരെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നോട് 100% സത്യസന്ധത ഈശ്വരനെ നിലനിർത്തി ഒരാൾക്ക് പ്രയോജനം കിട്ടണം, സത്യസന്ധമായ അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഇന്നോളം വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ചെയ്യുന്നവർക്ക് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.